നമസ്കാരം. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ തമിഴ് വെട്രികഴകം ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയെ CBI പ്രതി ചേർത്തേക്കും. ഫെബ്രുവരി 2ാമത്തെ ആഴ്ചയോടെ CBI കുറ്റപത്രം സമർപ്പിക്കും. വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കാനാണ് സാധ്യത. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടി.വി.കെ അറിയിച്ചില്ല എന്ന് തമിഴ്നാട് പോലീസ് CBIയെ അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴി ആസ്പദമാക്കി നടനിൽ നിന്ന് വിവരങ്ങൾ തേടും. അതേസമയം വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് ശക്തമായ മൊഴിയാണ് നൽകിയത്. റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടി.വി.കെ അറിയിച്ചില്ല എന്നത് വലിയ ചർച്ചയാവുന്നുണ്ട്. 30,000-ലധികം പേർ എത്തിയത് അപകടത്തിലേക്ക് നയിച്ചതിന് കാരണമാകാമെന്നും CBIയോട് പോലീസ് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ ഏജൻസി. രാവിലെ 11 മണിയോടെ CBIയുടെ ദേശീയ ആസ്ഥാനത്ത് വിജയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. സുപ്രീം കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIക്ക് വിട്ടത്. ഒരു സാക്ഷി എന്ന നിലയിലാണ് വിജയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്നതായിരുന്നു CBI അറിയിച്ചിരുന്നത്. എന്നാൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ടി.വി.കെ അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നാണ് വിലയിരുത്തൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി എന്നതിനപ്പുറം വിജയ് എന്ന താരത്തെ കൂടി കാണാനാണ് ആളുകൾ ഒഴുകിയെത്തിയത്. ഇക്കാരണങ്ങളാൽ വിജയെയും കേസിൽ പ്രതി ചേർക്കാനാണ് സാധ്യത. ജനുവരി 12-ന് നടന്ന ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ വിജയ്ക്ക് മുൻപാകെ 90 ചോദ്യങ്ങളാണ് CBI ഉന്നയിച്ചിരുന്നത്. ഇതിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ഇപ്പോൾ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. 13-ന് വീണ്ടും വിജയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും പൊങ്കൽ ആഘോഷം കണക്കിലെടുത്ത് മറ്റൊരു ദിവസം എത്താമെന്ന അഭ്യർത്ഥനയെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ തവണ 6 മണിക്കൂറോളമാണ് വിജയെ CBI ചോദ്യം ചെയ്തിരുന്നത്. കരൂർ റാലിക്ക് വിജയ് എത്താൻ വൈകിയതിന്റെ കാരണം, സമ്മേളനത്തിന് പാർട്ടി ഒരുക്കിയ സുരക്ഷ എന്നിവയെക്കുറിച്ചാണ് ചോദിച്ചിരുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ദുരന്തത്തിന് കാരണമെന്നും പൂർണ്ണ വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നുവെന്നും വിജയ് മൊഴി നൽകിയതായാണ് വിവരം. പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ N. ആനന്ദ്, ആദവ് അർജുന, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി CTR നിർമ്മൽ കുമാർ എന്നിവരെ CBI 2 തവണ ചോദ്യം ചെയ്തിരുന്നു. ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് CBI ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമായും നിശ്ചയിച്ചതിലും 7 മണിക്കൂറിലധികം വൈകി വിജയ് വേദിയിലേക്ക് എത്തിയത് എന്തുകൊണ്ട്? വലിയ ആൾക്കൂട്ടവും തിരക്കും മൂലം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവിടെ പ്രസംഗം തുടർന്നത് എന്തുകൊണ്ട്? തിരക്കൊഴിവാക്കി ആളുകളെ പിരിച്ചുവിടാൻ ഒരു പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിലും സൂപ്പർ താരം എന്ന നിലയിലും വിജയ് എന്ത് നടപടികൾ സ്വീകരിച്ചു? സംഭവത്തിന് ശേഷം എന്തുകൊണ്ടാണ് അടിയന്തരമായി ചെന്നൈയിലേക്ക് മടങ്ങിയത്? എന്നീ ചോദ്യങ്ങളിലാണ് CBI ഉത്തരം തേടുന്നത്. അന്നത്തെ ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP ഡേവിഡ്സൺ ദേവാശീർവാദവും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി CBI നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും വിജയ് നൽകുന്ന മൊഴികളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 27-നാണ് കരൂരിൽ വിജയ് പങ്കെടുത്ത റാലിക്കിടെ ദുരന്തമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംഘാടനത്തിലെ ഗുരുതര പിഴവ് വൻ ദുരന്തത്തിലേക്ക് നയിക്കുകയായിരുന്നു. കരൂർ ഒരു കണ്ണീർ കടലാവുകയായിരുന്നു. ദുരന്തമുണ്ടായതിനു പിന്നാലെ സ്ഥലത്ത് നിന്ന് മടങ്ങിയ വിജയ് ചാർട്ടേഡ് വിമാനത്തിൽ അർദ്ധരാത്രി തന്നെ ചെന്നൈയിലെത്തി. സോഷ്യൽ മീഡിയയിൽ അനുശോചന സന്ദേശവും നൽകി. വിജയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. എന്നാൽ വിജയെ കാണാൻ ആളുകൾ തിക്കും തിരക്കും കൂട്ടിയതുകൊണ്ടാണ് വിജയ് ഉടനടി മടങ്ങിയത് എന്നായിരുന്നു വിജയുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്.